ഫസ്റ്റ് ക്രോണിക്കൽസ് 28 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 1 ദിനവൃത്താന്ത പുസ്തകം 28 അധ്യായത്തിന്റെ 10ാം വാക്യം. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. അല്ലെ, അപ്പൊ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവത്തിന്റെ ആലയമാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും പണിയാൻ വേണ്ടിയിട്ടല്ല, വിശുദ്ധമായൊരു മന്ദിരം പണിയാനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധി എന്നുള്ളത്, ഹല്ലേലൂയ, ആമീൻ, അത് അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് തൊട്ട് മുമ്പുള്ള 2 വാക്യം കൂടെ വായിക്കൂ. 9ഉം 10ഉം കൂടെ ഒന്ന് വായിക്കുക. 9ഉം കൂടെ ഒന്ന് വായിക്കുക, തൊട്ട് മുമ്പുള്ള. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടുകൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ഇവിടെ ദാവീദ് രാജാവ് ശലോമോനോട് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആലയം പണിയുന്നതിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഹാലെ അവിടുത്തെ ആലയം പണിയിച്ചതും പൊളിച്ചതും എല്ലാം നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മളാകുന്ന ആലയം, നമ്മളാകുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുന്ന കേട്ടാണ് ഞാൻ ഈ ഭാഗത്തെ കാണുന്നത്. അപ്പൊ ഇവിടെ പറയാം, നീയോ എൻ്റെ മകനെ ശലോമോനെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഓരോരുത്തരുടെയും പേരങ്ങ് ചേർക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്ന ഉപദേശം എന്താ? നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടെ നല്ല മനസ്സോടെ സേവിക്കുകയും. ഇവിടെ പറയുന്ന 2-3 കാര്യങ്ങളാ. അപ്പന്റെ ദൈവത്തെ അറിയണം. ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയണം, നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയണം, നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം, അധികാരത്തെ തിരിച്ചറിയണം. എപ്പോഴേ നമുക്ക് ദൈവത്തെ അതുകൊണ്ടാണ് പറയുന്നത് അവനെ കുറിച്ചുള്ള തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വേണം, വിളിച്ചവനെ കുറിച്ച് നമുക്കൊരു പരിജ്ഞാനം വേണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവത്തെ തിരിച്ചറിയണം. അടുത്ത് പറയുന്നത് അവനെ പൂർണ്ണ ഹൃദയത്തോടും. അപ്പൊ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്പ ഹൃദയം കൊടുത്താൽ പോരാ, ദൈവത്തിന് പൂർണ്ണ ഹൃദയം കൊടുക്കണം. എന്നിട്ട് നല്ല മനസ്സോടും കൂടെ. അടുത്ത് പറയുന്നത് നല്ല മനസ്സോടും കൂടെ. ഇത് തന്നെയല്ലേ നമുക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത്? പൂർണ്ണാത്മാവോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ ബലത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ സേവിക്കണമെന്ന്. അപ്പൊ ഇത് ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. ദൈവത്തെ തിരിച്ചറിയണം, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി, ഹല്ലേലൂയ, എന്നിട്ട് നല്ല മനസ്സോടുകൂടി സേവിക്കുകയും വേണം. ആരുടെയെങ്കിലും ഫോഴ്സിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ കടക്കുമ്പോൾ, അയ്യോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എങ്ങനെയാ ദൈവമേ, ദൈവം എനിക്ക് എൻ്റെ വിഷയങ്ങളുടെ മേൽ മറുപടി തന്നില്ലെങ്കിലോ, ഇല്ലെങ്കിൽ ആരാധന മുടക്കിക്കഴിഞ്ഞ് ദൈവം നമ്മളെ ശിക്ഷിച്ചാലോ, ഇങ്ങനെയൊക്കെ മനോഭാവത്തിലായിരിക്കരുത് നമ്മൾ ദൈവത്തെ സേവിക്കേണ്ട, ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവമില്ലാതെ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, ആ സ്നേഹത്തിൽ വസിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന മനോഭാവമായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ഒരിക്കലും ഒരു ദൈവദാസൻ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ പ്രാണവായുവാണ്. പ്രാർത്ഥിക്കാതിരിക്കുമ്പം നമുക്ക് ജീവശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചന ധ്യാനം ഞാൻ എപ്പോഴും പറയുന്ന ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അതിനകത്ത് വലിയൊരു പരാജയമായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം വായിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ വായിക്കുന്നുണ്ട് ബൈബിള്. പക്ഷേ മെഡിറ്റേറ്റ് ചെയ്യുക, വചനവുമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടില്ല, ഞാൻ ഒരിക്കലും വചനം മെസ്സേജ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്ത് ദൈവസന്നിധി കുത്തിയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ വന്ന് കണ്ണും പൂട്ടി ഇരുന്നാൽ പോലും ദൈവം മെസ്സേജ് തരും. അത് ദൈവം തരുന്നതാണ്. ജനത്തിന് വേണ്ടി, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി
ദൈവം തരുന്നതാണ് ഹാലേ. പക്ഷേ നമ്മൾ വ്യക്തിപരമായി നമുക്ക് പേഴ്സണലായി നമുക്ക് ഹാലേലിയ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും, ബലമുണ്ടാകാൻ വേണ്ടി, ക്ഷീണമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഫുഡ് കഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്കായിട്ട്, അകത്തെ മനുഷ്യന്റെ ശക്തിക്കായിട്ട്, ബലത്തിനായിട്ടുമാണ് നമ്മൾ വചനം ഹാലേലിയ ഭക്ഷിക്കണം പറയുന്നത്. വചനം വെറുതെ വായിച്ചാൽ അതായില്ല ഹാലേലിയ. വചനം ഹാലേലിയ കേൾക്കുമ്പോൾ ളും ഹാലിൽ ആത്മീയ വളർച്ച അത്രത്തോളം വരത്തില്ല. പക്ഷേ നമ്മൾ വ്യക്തിപരമായി ദൈവസന്നിധി ഇരുന്ന് വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് പുതിയ റെവലേഷൻസ് തരുമ്പോൾ, ഹാലേലിയ റെവലേഷൻസ് തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. സ്തോത്രം, ഹാലേലിയ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വ്യക്തിപരമായി തന്നെ ഹാലേലിയ ആരോടെങ്കിലും പറഞ്ഞ കാര്യം കേട്ടിട്ടല്ല, നമ്മളോട് വ്യക്തിപരമായി ദൈവം സംസാരിക്കണം. പണ്ട് നമ്മുടെ ഹാലേലിയ ഞങ്ങൾ കരുനാഗപ്പള്ളി പഠിക്കുന്ന സമയത്ത് ഹാലേലിയ ഞങ്ങളുടെ സാറ് എപ്പോഴും കഥ പറയായിരുന്നു. ഹാലേലിയ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരാള് കാക്കയെ ഛർദ്ദിച്ചെന്ന് പറയും. ഹാലേലിയ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരാള് ഒരു കറുത്തരി ഛർദ്ദിച്ചതാണ്, ഇവിടെ വന്നപ്പോൾ കാക്കയായി പോയി. കാരണം വായി മാറി 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 പറഞ്ഞു വന്നപ്പോൾ അവരുടേതായ ഇച്ചിരി പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് എക്സാജറേറ്റ് ചെയ്ത് വന്നപ്പോൾ അയ്യോ അവിടെ ഒരാൾ അപ്പുറത്ത് മനുഷ്യൻ കാക്കയെ ഛർദ്ദിച്ചെന്ന എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മറ്റുള്ളവർ പറയുന്ന വചനം നമ്മൾ കേട്ടിട്ട് ഹാലേലിയ അത് വീണ്ടും ഇങ്ങനെ നമുക്കറിയാം പലരുടെയും പ്രസംഗങ്ങൾ കോപ്പി ചെയ്ത് പലരും പ്രസംഗിക്കാറുണ്ട്. ഹാലേലിയ നമ്മളും പറയാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും ഇൻസ്പയർ ആകുന്ന ചില വചന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്. ഇന്നാളും ഞാൻ കേട്ട് എന്നെ ഇൻസ്പയർ ചെയ്താന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന മറ്റുള്ളവർ ഹാലേലിയ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഹാലേലിയ അവരുടെ ഹാലേലിയ രീതിയിൽ അതിനെ ഹാലേലിയ മാറ്റിവിടുമ്പോൾ നമ്മളത് അതുപോലെ അവർ പറയുന്ന അതേ സെൻസ് നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. ഇപ്പൊ എനിക്ക് ദൈവം തന്ന റെവലേഷൻ ഞാനത് പറയുമ്പോൾ എനിക്ക് കിട്ടിയ അതേ വെളിപ്പാടിൽ മറ്റുള്ളവർ ഗ്രഹിക്കണമെന്ന് നിർബന്ധമില്ല, ഇല്ലേ? സാറാമ്മ സിസ്റ്റർക്ക് ഇപ്പം ദൈവത്തിന്റെ ആത്മാവ് തന്ന റെവലേഷൻ സാറാമ്മ അത് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അത് അതേ അളവിൽ അല്ലെങ്കിൽ അതേ ആ അർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ചിലപ്പോൾ കയറണമെന്നില്ല. ഞാൻ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും അത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം. നമ്മൾ കേൾക്കുന്നത് തെറ്റിപ്പോത്തില്ലല്ലോ, ദൈവം ഡയറക്റ്റ് നമ്മളോട് പറയുന്നത്. ഹാലയില്ലേ, കാരണം വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ദൈവ ശബ്ദം കേൾക്കുക ചെയ്യുന്നത്. അതാണ് നമ്മൾ ഹാലലിയ വചനം ഓരോരുത്തരും വ്യക്തിപരമായി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ ദാവീദ് ശലോമോൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ശലോമോൻ തെറ്റിപ്പോയില്ലേ? എന്താ? അപ്പന്റെ ദൈവത്തെ അപ്പൻ അറിഞ്ഞതുപോലെ അല്ല മകൻ അറിഞ്ഞത്. ഹല്ലേലൂയ, ആമേൻ. അപ്പൻ പക്ഷേ എന്തുകൊണ്ടാണ് ഒരു തെറ്റ് വീണിട്ടും തിരിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ കാരണം എന്ന് വെച്ചാൽ അപ്പൻ ദൈവത്തെ അറിഞ്ഞത് അതുപോലെയാ. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ ദാവീദിന് ഒരു യോഗ്യതയും ഇല്ലാതെ കിടന്ന, ഹാലേലൂയ, ഒരു യോഗ്യതയും പറയാനായിട്ട് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ദാവീദിനെ രാജസിംഹാസനത്തിലേക്ക് എത്തിച്ച ദൈവത്തെ മറന്നു കളയാൻ ദാവീദിന് ഒരിക്കലും പറ്റത്തില്ല. ആ ദൈവത്തോട് അനീതി ചെയ്യാൻ ദാവീദിന് ഒരിക്കലും പറ്റത്തില്ല. ഹാലേലൂയ, ആ ദൈവത്തിന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കാൻ, നഗളം കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ സേവിക്കാൻ ദാവീദിന് കഴിയില്ല. കാരണം ദാവീദ് ആരായിരുന്നു, എന്തായിരുന്നു ദാവീദിന് ചിന്തയുണ്ട്. പക്ഷെ ശലോമോൻ തെറ്റിപ്പോയ കാര്യം എന്താ? ശലോമോൻ ജനിക്കുമ്പം രാജാവിന്റെ മകനായിട്ടാണ് ജനിച്ചത്. ഒരു ആട്ടിടയനായിട്ടല്ല ജനിച്ചത്, രാജാവിന്റെ മകനായിട്ട്, അതും ഇസ്രായേലിലെ ഏറ്റവും പ്രബലനായ ഒരു രാജാവിന്റെ മകനായിട്ട് ജനിച്ച ശലോമോൻ ഹല്ലേലൂയ തെറ്റിപ്പോയാൽ അത്ഭുതമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമായിട്ട് ദൈവത്തോട് നന്ദി കാണിക്കാൻ, ദൈവത്തോട് എപ്പോഴും സ്നേഹം കാണിക്കാനായിട്ടുള്ള സാഹചര്യത്തിലല്ല ശലോമോൻ ജനിച്ചത്. അതുകൊണ്ട് അപ്പൻ പറഞ്ഞു കൊടുത്ത് അപ്പൻ പരിചയപ്പെടുത്ത ദൈവത്തെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ഭാര്യമാര് പറഞ്ഞ് കേട്ടിട്ട് വിഗ്രഹത്തിന്റെ ഒക്കെ മുമ്പിൽ പോകാൻ കാരണം എന്താ? ചാനുകൾ ഞാൻ ശലോമോൻ തെറ്റാൻ കാരണം വെച്ചാൽ ആ വ്യക്തിപരമായ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ എന്തായിരുന്നു നമുക്കറിയാം, നമ്മൾ ആരായിരുന്നു നമുക്കറിയാം. ഹാലേലിയ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളെക്കാട്ടിയും കേമന്മാര്, ഹാലേലിയ, നമ്മളെക്കാട്ടി സമ്പന്നർ, നമ്മളെക്കാട്ടി ഹാലേലിയ സൗന്ദര്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ഹാലേലിയ ആരെ വിളിച്ചു നമ്മളെ ഓരോരുത്തരെ വിളിച്ചത്.
ഹാലലിയ. നമ്മളെയാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുത്തത്, നമ്മളെയാണ് ആദ്യമായിട്ട് ചൂസ് ചെയ്തത്. ഹാലലിയ. ആമേ. അപ്പൊ ആ ഒരു പ്രിവിലേജ് നമുക്ക് തന്നപ്പോൾ ഹാലലിയ, ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകണം. ആമേൻ. സ്തോത്ര. ഹാലെ. നമ്മളിലൂടെ വേണം ഹാലലിയ നമ്മുടെ കുടുംബങ്ങളിലുള്ള സകലരും, ബന്ധുക്കളാണ്, സ്വന്തക്കാരാണെങ്കിലും ഹാലെ, നമ്മുടെ തലമുറയാണെങ്കിലും മാതാപിതാക്കന്മാരെ എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ദാവീദിനെ, കാട്ടിക്കിടന്ന ദാവീദിനെ വിളിച്ചു വരുത്തി ഹാലേലിയ. ആമയും ആമയും ഹാലെ, സഹോദരന്മാരുടെ മുൻപിൽ വെച്ച്, പിതാവിന്റെ മുമ്പിൽ വെച്ച് ഹാലേലിയ അവരെ നടുവിൽ നിർത്തി അഭിഷേകം ചെയ്ത് വേർതിരിച്ചതുപോലെ ദൈവം നമ്മളെ അതുപോലെ വേർതിരിച്ചെടുത്തതാ. ഹാലെ. അപ്പൊ നമുക്ക് എപ്പോഴും ഹാലേലിയ ദൈവവുമായിട്ട് ഹാലേലിയ മറ്റെന്തിനേക്കാട്ടി ഉപരിയായിട്ട് ഹാലേലൂയ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ ഇന്ന് പാടിയ പാട്ടിനകത്തും അത്, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകയില്ല, എൻ്റെതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും തരുന്നത്. ഇത് പാടിയാൽ പോരാ. ഹാലെ. എൻ്റെ സ്നേഹം ഹാലേലിയ ദൈവ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമായിരിക്കണം. എന്നുവെച്ചാൽ ആ സ്നേഹത്തിനെക്കാട്ടി വലിയൊരു സ്നേഹം ഹാലെ നമുക്ക് മറ്റാരോടും ഉണ്ടാകാൻ പാടില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിന് ഇച്ചിരി, ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ ദൈവം ഇച്ചിരി സെൽഫിഷ് ഒക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹാലയിൽ നമ്മൾ മറ്റാരോടെങ്കിലും വലിയ കുറച്ച് കൂടുതൽ അടുപ്പം കയറണ ദൈവം പയ്യെ അതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിത്തരും. കാരണം നമ്മൾ എന്തോത്തിലെങ്കിലും ഹാലയില്ല കൂടുതൽ അതിനേക്ക് ദൈവത്തെക്കാട്ടി ഉപരിയിൽ കൂടുതൽ എന്തോലെങ്കിലും ഇൻവോൾവ് ആയി പോകും, അല്ലെങ്കിൽ എന്തോത്തിലെങ്കിലും ചെന്ന് പെടുകയാണെങ്കിൽ ഹാലയില്ല, അതിപ്പോൾ ജോലിയാകട്ടെ മറ്റെന്ത് കാര്യമാകട്ടെ ഹാലെ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഇഷ്ടം ഹാലെ, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ടൈം ഒക്കെ ഹാലെ ദൈവത്തെക്കാട്ടി ഉപരി മറ്റെന്തെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ദൈവം അതിനെ ഒഴിവാക്കുക. ഹാലയിലൂയ. കാരണം കർത്താവിന് ഹാലയിൽ നമ്മൾ പ്രിയപ്പെട്ടവരാന്നേ. പ്രത്യേകിച്ച് ചില ആൾക്കാരോട് ദൈവത്തിന് ഹാലയില്ല ഭയങ്കര ഒരു സ്വാർത്ഥമുള്ള എനിക്ക് തോന്നാറുണ്ട് ഹാലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ഹാലയില്ല ദൈവത്തെക്കാട്ടി ഉപരിയായിട്ട് അവരുടെ ജീവിതത്തിൽ വരാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം സമ്മതിക്കത്തില്ല. ഹാലയില അവിടെയൊക്കെ ഹാലയില ചില അത് നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഓരോരുത്തർ അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. ഹാലയിലിയ ഓരോരുത്തർക്കും ഓരോ അനുഭവം. ഇവിടെ പറയുന്നതാണ്, ഇവിടെ പറയുന്ന അപ്പന്റെ ദൈവത്തെ അറിയാം. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയാം, ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന അപ്പന്റെ ദൈവത്തെ അറിയണം എന്ന് പറയാം. അപ്പന്റെ ദൈവത്തെ അറിയുക എന്ന് പറയുമ്പം അപ്പൻ അറിഞ്ഞതുപോലെ അറിയണമായിരുന്നു. പക്ഷെ ഇവിടെ അപ്പൻ അറിഞ്ഞതുപോലെ മകൻ അറിഞ്ഞില്ല. അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും സേവിക്കുകയും ചെയ്യുക. നമ്മുടെ ഇസ്രായേൽ ജനത്തിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? അവരെപ്പോഴും പറയുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. വ്യക്തിപരമായിട്ട് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. അവര് എപ്പോഴും പറയുന്ന അങ്ങനെയാ. ഇപ്പൊ എന്റെ മോള് ആൻമോള് പറയാണ്, മിനിയെ അല്ല എൻ്റെ അമ്മയുടെ ദൈവം എന്ന് പറഞ്ഞാൽ പോയി അവിടെ. അമ്മയുടെ ദൈവത്തെ അല്ല അവരറിയണ്ടേ ഹാലലി, എൻ്റെ അപ്പൻ, എൻ്റെ യേശുവപ്പ, അങ്ങനെ തന്നെ പറയാൻ പഠിക്കണം ഹാലലിയ. സാറാമ്മ സിസ്റ്റർ പരിചയപ്പെടുത്തിയൊരു ദൈവത്തെ അല്ല എനിക്ക് അറിയേണ്ടത് ഹാലലിയ. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഇവിടെയും ഹാലയില്ല ശലോമോൻ അപ്പന്റെ ദൈവത്തെ അറിഞ്ഞത് ഹാലലൂയ. നമ്മൾ അപ്പന്റെ ദൈവത്തെ, നമ്മൾ ദൈവത്തെ അറിയാൻ അതൊരു മുഖാന്തരമായിരിക്കണം. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ദൈവമാണ് ഹാലലിയ, അല്ലെങ്കിൽ എൻ്റെ അപ്പനാണെന്ന് പറയാനുള്ള ഹാലലിയ, നമുക്ക് അതുപോലെ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് എത്തണം ഹാലലിയ. അവിടെ പറയുന്നത്, അടുത്ത പറയുന്നത് നല്ല യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കും. മറ്റൊരു നമ്മൾ കണ്ടാന്ന് ഹൃദയം ദൈവത്തിന്റെ കയ്യിലേ ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് ദൈവം അത് തൂക്കി നോക്കും, കുറവുള്ളവരായി കാണരുതെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മുടെയൊക്കെ ഹൃദയം എവിടെയാന്ന് വെച്ചാ കർത്താവിന്റെ കയ്യില. കർത്താവിൻ്റെ ഒക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നിർത്തോട് കിടക്കി ഇരിക്കുന്ന, അവൻ ഇഷ്ടമുള്ളവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞ വചനം ഞാൻ നിന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ദൈവം എന്നോട് പെട്ടെന്ന് ദൈവശബ്ദം എന്നോട് ചോദിച്ചതാണ്, നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നതെന്ന്. എൻ്റെ ഹൃദയവും. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ശരിയാണല്ലോ, രാജാക്കന്മാരുടെ ഹൃദയം മാത്രമല്ലല്ലോ അതവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യില. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഓരോ ചിന്തകൾ, ഓരോ വിചാരങ്ങൾ അത് ദൈവഹിതമാണോ ദൈവഹിതമല്ലയോ എന്നുള്ളതെല്ലാം ദൈവം അപ്പ അറിയുക.
ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഹൃദയത്തിലൂടെ ദൈവഹിതമല്ലാത്ത ചിന്തകളൊന്നും കടന്നു പോകത്തില്ലേ? പോവില്ലേ? വരും. ഹാലയിലെ കാരണം വരും. അമ്മ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഹാലില്ല നമുക്ക് വേണ്ടാത്തതൊക്കെ ഹാല നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജഡം, ഹാലെ നമ്മുടെ മനസ്സ്. നമ്മൾ നിൽക്കുന്നത് ഈ ലോകത്തെ, പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞ കണക്ക് അശുദ്ധമായ ഈ ലോകത്ത് നിന്ന് നമ്മളെ വിളിച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് മറ്റൊരിടത്ത് അടച്ചു വെച്ചേക്കും അല്ല ദൈവം. ഹാലലിയ. അശുദ്ധമായ ഈ ലോകത്ത് നിന്ന് നമ്മളെ വിളിച്ച് വിശുദ്ധീകരിച്ച് അശുദ്ധമായ ഈ ലോകത്തിൽ തന്നെ വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി ആക്കി വെച്ചേക്കുക. ഹാലേലിയ. നമ്മളെയൊക്കെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടപ്പോൾ എല്ലാവരെയും പൊക്കിയെടുത്ത് നിങ്ങളെ സഭയോട് ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് വെച്ചായിരുന്നെങ്കിൽ സുഖമായിരുന്നു. അവിടെ വിശുദ്ധന്മാർ മാത്രം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമൊക്കെ ആയിട്ട് വേറെ ആരുമായിട്ട് ഒരു സംസർഗവും ഇല്ല, മറ്റു ലോകവുമായിട്ട് ഒരു ഇതുമില്ല, അത് കോണ്ടാക്റ്റും ഇല്ലാതെ ജീവിച്ചെങ്കിൽ നമ്മളൊക്കെ അങ്ങ് നല്ലതായിട്ട് ജീവിച്ചു പോയേനോ. പക്ഷേ അങ്ങനെയല്ല. നമ്മള് ഹാലേലൂയ ആമീൻ ഇത്രയും നാൾ രക്ഷിക്കപ്പെടുന്ന നമ്മൾ സ്നാനപ്പെടുന്ന നമ്മൾ ഇതൊന്നും കണ്ടെങ്കിലും നമ്മൾ ഇതിനൊന്നും ഗ്രഹിച്ചില്ല. ഇപ്പൊ ഇതെല്ലാം കണ്ട് ഇത് ഇന്നടത്ത് അങ്ങ് നിൽക്കുന്ന ഇന്നതൊക്കെ എൻ്റെ ചുറ്റുപാടുള്ളെന്ന് അറിഞ്ഞും കൊണ്ട് അതിനിടയിൽ അതിനെ ജയിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും വീഴ്ത്തിക്കളയാൻ വേണ്ടിയിട്ട് പിശാച് നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ജഡം നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കളിലൂടെ സ്വന്തക്കാരിലൂടെയും പല രീതിയിൽ നമ്മളോട് ഈ പോരാട്ടം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിൽ അതിൽ വീണു പോകാതെ, ആമേൻ ഹാലേലിയ, വീണു പോകാതെ നിൽക്കാൻ കഴിയണം. ഇവിടെ പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ എന്താ പറയുക, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ സർവ്വഹൃദയങ്ങളെയും, നീ വിശുദ്ധനാണോ അശുദ്ധനാണോ, നീ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നൊന്നുമല്ല, സർവ്വഹൃദയങ്ങളെ, ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം. അവരുടെ നിരൂപണങ്ങളെ ഹാലേലിയ ആമി ഇവിടെ പറയുന്ന വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും. അപ്പൊ നമ്മുടെ വിചാരങ്ങൾ പോലും ഹാലേലുയ നമ്മൾ പറയണ്ട, നമ്മൾ പ്രകടിപ്പിക്കേണ്ട, ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന സകല വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടെത്തും. ഇവിടെ റീനാൻഡി ആയിരുന്നു തോന്നുന്നു പറഞ്ഞു. ഇരമ്യ പ്രവാചകൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ വസ്തുവകൾ സ്വന്തമാക്കാൻ ചെന്ന് പറയുകയാണ്. ബുദ്ധിപരമായി ചിന്തിച്ചാൽ സാധിക്കുമോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ദൈവത്തിന്റെ വാക്തത്വം ഉള്ളവനാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നതാണെങ്കിൽ അവൻ ഏത് കാരാഗ്രഹത്തിൽ കടന്നാലും ഏത് സിംഹക്കുഴി കടന്നാലും ഏത് തീച്ചുള വീണാലും ദൈവം അവിടെയെല്ലാം അവന് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ഇരമ്യാവിനോട് അങ്ങനെ തന്നെയല്ലേ ദൈവം ചെയ്തു. ഇരമ്യ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ഇരമ്യാവ് സ്വന്തമായിട്ട് വസ്തുവകളൊക്കെ അന്നേരം അവകാശമാക്കാൻ ദൈവം ഇടയാക്കി. ഇരമ്യാവിനെ ദൈവം പറഞ്ഞ പോലെ ഇവർ നിന്നോട് പോരാടും. പക്ഷെ നീ അവരെ മുമ്പിൽ താരടിയായി പോവില്ല. നീ ഒരു താമ്ര മതിൽ പോലെ അല്ലെങ്കിൽ നിന്റെ നേരെ വരുന്ന എല്ലാത്തിനെയും ദൈവം അവിടെ എല്ലാം ഇരമ്യാവിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കാണാം. ശത്രു രാജ്യത്തിന്റെ വന്ന ആൾക്കാർക്ക് പോലെ ശത്രുക്കൾക്ക് പോലെ ഇരമ്യാവിനോട് ദയ തോന്നത്തക്ക രീതിയിൽ ദൈവം അവരുടെ ഹൃദയത്തെ തിരിച്ചു. അതുകൊണ്ട് പറയാം, സർവ്വ ഹൃദയങ്ങളും സർവ്വഹൃദയത്തിലെ വിചാര നിരൂപണങ്ങളെല്ലാം അറിയുന്ന ദൈവം. ഏത് ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കിയും പ്രതികൂലമാക്കിയും തിരിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഫറവോന്റെ ഹൃദയത്തെ മാത്രമല്ല ദൈവത്തിന് കഠിനമാക്കാൻ കഴിയുന്നതും അനുകൂലമാക്കാൻ കഴിയുന്നതും ഏത് ഹൃദയത്തെ ഇന്നും ദൈവത്തിന് അത് സാധിക്കും. എന്നിട്ട് നമ്മൾ അവരെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തി. എങ്ങനെയെങ്കിലും അന്വേഷിച്ചാൽ പോരാ. ആരോ പറഞ്ഞു തന്നൊരു ദൈവത്തെ അന്വേഷിച്ചാൽ പോരാ. ആരോ പറഞ്ഞു തന്നൊരു ദൈവത്തെ അറിഞ്ഞാൽ പോരാ. ചിലപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും സുവിശേഷം പറഞ്ഞ മറ്റൊരാൾക്ക് അവരറിഞ്ഞ കർത്താവിനെ കുറിച്ചും അവരെ ടെസ്റ്റ് മണി കേട്ടിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും പലരും വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പൊ അവര് അറിഞ്ഞൊരു ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ അവരറിഞ്ഞൊരു ദൈവത്തെ അറിഞ്ഞു നമ്മൾ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞൊരു ദൈവത്തെ അല്ല നമ്മൾ അറിയണ്ടേ. എൻ്റെ അപ്പം മക്കളൊക്കെ നമ്മളെ കണ്ടായിരിക്കും വന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ദൈവം ഒന്നും പറഞ്ഞിട്ടല്ല അവരറിയണ്ടേ. അവര് ദൈവത്തിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് ദൈവത്തെ അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കണം? അവർക്ക് ദൈവം ആരാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ തന്നെ അന്വേഷിക്കണം. ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകണം.
ഹാലേലൂയ. അപ്പൊ ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ വ്യക്തിപരമായ പേഴ്സണൽ ലൈഫിൽ നമ്മളും ദൈവമായിട്ട് ബന്ധത്തിന് മാറ്റം വരും, ഇല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നവർക്ക് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായിട്ട് അവരുടെയൊക്കെ ഫീലിങ്സ് ദൈവത്തോടുള്ള. ചില ആൾക്കാർ അയ്യോ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറയും. അവരുടെ ഹൃദയമൊക്കെ ചുണ്ടുകളൊക്കെ വിതുമ്പാൻ തുടങ്ങും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവമായിട്ട് അത്രത്തോളം അവരുടെ ബന്ധമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡീപ്പാണ്. ഹാലേലിയ. അങ്ങനെയുള്ള വ്യക്തികളുടെ കണ്ണ് നിറയെ ദൈവം അനുവദിക്കുക. അവരുടെ കണ്ണ് നിറയെ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും നമ്മൾ. കാരണം എല്ലാവരും നിലവിളിക്കുന്ന കണക്കാണ് ദൈവം ഒരുപോലെ നിലവിളിക്കുന്നത്. നമുക്കറിയാം കല്ലറയുടെ മുമ്പിൽ ഓടിയെത്തി എല്ലാവരും പോയിട്ടും ഒരു അവിടെ കാത്തു നിന്ന് എന്താന്ന് പറയട്ടെ, ആ ശവമെങ്കിലും വേണം എനിക്ക്. ഹാലേലിയ എന്ന് പറഞ്ഞ് കാത്തു നിന്ന മറിയുടെ മുമ്പിൽ നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ആ പോക്കിൽ, അങ്ങോട്ട് പോകുന്ന പോക്കിൽ പാതാള സകലത്തെയും പിടിച്ചുകൊണ്ട് മുകളോട്ട് കയറുക. പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകണം. എന്നിട്ട് മാത്രമേ പിന്നെ തിരിച്ചു വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും അവിടെ മറിയെ കണ്ടപ്പോൾ അവിടെ ഒന്ന് നിന്നു, അവളുടെ അടുക്കിലേക്ക് ഒന്ന് ചെന്ന്. കാരണം അവളുടെ വേദന കണ്ടിട്ട് അതിനെ മറികടന്നു പോകാൻ ദൈവത്തിന് പറ്റുന്നില്ല. കർത്താവിന് പലപ്പോഴും നമ്മുടെ ദേവാസന്മാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുക എവിടെയാണ്? നമ്മുടെ കണ്ണുനീരിന്റെ മുമ്പിലത്തെ കർത്താവിന് മറികടന്ന് പോകാൻ പറ്റത്തില്ല. എന്ന് എല്ലാരും കരയുമ്പോൾ കർത്താവ് മറികടന്ന് പോവാതിരിക്കൂ? എത്രയോ ആൾക്കാർ കരയുന്നുണ്ടാവും. പക്ഷെ കണ്ണുനീര് വീഴുന്ന ആരിൽ നിന്നാണെന്ന് ദൈവത്തിന് പ്രത്യേകതയുണ്ട്. സ്തോത്ര. കർത്താവുമായിട്ടുള്ള ബന്ധം അതുപോലെ ഡീപ്പാണെങ്കിൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ താഴെ വീണ ദൈവത്തിന് സഹിക്കത്തില്ല. പക്ഷെ വെറുതെ നമ്മളിത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴമുള്ളതാണ്, നിന്റെ ഹൃദയം എത്രത്തോളം ദൈവത്തോട് പറ്റിയിരിക്കുന്നതെന്ന് ആർക്കറിയാന്ന് വെച്ചാൽ ദൈവത്തിനറിയാം. അതുകൊണ്ട് സകല ഹൃദയങ്ങളിലെയും അതിന്റെ നിരൂപണങ്ങൾ അറിയുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തോട് എത്രത്തോളം പറ്റിയിരിക്കുന്നു, എത്രത്തോളം ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളത്, ദൈവമായിട്ട് എത്രത്തോളം ഡീപ്പാണ് നമ്മുടെ ബന്ധമെന്ന് അറിയുന്ന ദൈവമാണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ളിൽ കണ്ണുനീര് വീഴുന്നത് നമുക്ക് മറുപടി തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അത് തന്നെയാണ്. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. അന്വേഷിക്കുമ്പോ എങ്ങനെയാ? മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ അവരെ അന്വേഷിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നില്ലേ? ഈ ലോകത്തുള്ള സകല ആൾക്കാരും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നത്. ഹല്ലേലൂയ. സകല ആൾക്കാരും മരിച്ചതിന് ശേഷം മോക്ഷം ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മണിക്കൂറുകൾ പോയി വെയിലത്തൊക്കെ നിന്ന് ക്യൂ നിന്ന് നടന്ന് പോയി ബലിയൊക്കെ ഇട്ട് പല പല ചടങ്ങുകളൊക്കെ നടത്തിയ ആൾക്കാർ എത്ര പേരാ. ഇതൊക്കെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ മക്കളെ എന്ന് ചോദിച്ചു. ഒരു പ്രയോജനമില്ല, നമുക്കറിയാം. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കണം. ജീവിച്ചിരിക്കുമ്പോ ദൈവത്തെ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. ഹാലേലൂയ. അതും ആരെങ്കിലും പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ പാരമ്പര്യ എല്ലാ മതത്തിലുള്ളവർ എന്താ ചെയ്യുന്നത്? ആരോ പരിചയപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ പിന്നാലെ പോയിക്കുക, അല്ലേ? പിതാക്കന്മാര് കാണിച്ചു കൊടുത്തു, ഇതാണ് നമ്മുടെ മാർഗം, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ആചാരം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ഫോളോ ചെയ്യുന്നു. ഇവർക്ക് ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. കാരണം അവർക്കൊരു പാപം ക്ഷമിക്കണമെങ്കിൽ പോലും ഒരാളുടെ മുമ്പിൽ പോയി പറയണം, അയാൾ ദൈവത്തോട് പറയും, അല്ലേ? അങ്ങനെയല്ലേ? ആണ്. അവർക്ക് ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. പക്ഷേല് അവരപ്പോ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പിള്ളേരെ കൈപിടിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിരുന്ന് മക്കളെ വിട്ടിരുന്നോണം, നിങ്ങൾ ഇത് ടീച്ചർ പഠിപ്പിക്കും, നിങ്ങൾ പഠിച്ചോടെന്ന് പറയുമ്പോൾ അവർ വ്യക്തിപരമായിട്ട് അവർക്ക് എന്താ പറയാ, ഇതിനെ അന്വേഷിച്ചു പോയതൊന്നും അല്ല, നമ്മൾ കൊണ്ടിരുത്തിയോണ്ട് അവരോട് ഇരുന്ന് പഠിക്കുക. നമ്മൾ പറഞ്ഞ് നല്ലോണം പഠിക്കണമെന്ന് പറഞ്ഞവർ പഠിക്കുക. ഹല്ലേലൂയ. ഇവിടെ അതുപോലെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് പോലെ. ഇവിടെ വ്യക്തിപരമായി അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ വചനം പറയുന്നത്, നിങ്ങൾ അവനെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും.
അപ്പൊ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തെ അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്തത്തുള്ളൂ. ദൈവം എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒളിച്ചിരിക്കുകയല്ല, പക്ഷെ അവൻ വെളിപ്പെടുന്നത് ഹാലേലിയ അവനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും അത് കാണുന്നത് ആരാന്നറിയാം, അന്വേഷിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് അവിടെ പറയുന്ന ഉപേക്ഷിക്കുന്നെങ്കിൽ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അപ്പൊ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവമെന്ന് കരുതി മറ്റ് പലരും പറഞ്ഞത് കേട്ട് അവരുടെ പിന്നാലെ പോകുവാണെങ്കിൽ നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ കൂട്ടത്തില്ല. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കാതെ മാനുഷ്യ ശബ്ദങ്ങൾക്ക് പിന്നാലെ പോകുന്നവരെ ദൈവം തള്ളിക്കളയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ടാ പറഞ്ഞ നമ്മൾ വായിച്ച കുറിവാക്യത്തിലുള്ളത്, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. അതുകൊണ്ട് നീ എന്താ വേണം? സൂക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് പറയാ, വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ശലോമോനോടുള്ള ദൂതായിട്ടല്ല ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ടുന്നത്. നമ്മളാകുന്ന മന്ദിരം, ഹല്ലേലൂയ, അത് വിശുദ്ധമായിട്ട് തന്നെ പണിയുവാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പണിയാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ വിശുദ്ധമായൊരു മന്ദിരമായിരിക്കണം. ഇത് പണിയാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ധൈര്യപ്പെട്ട നടത്തിക്കൊള്ള. അങ്ങനെ പണിയപ്പെടണമെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. നമ്മുടെ ജീവിതത്തിൽ ചിലതിനോടൊക്കെ നോ പറയാൻ നമുക്ക് പറ്റണം. ചിലതിന് നേരെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് അതിനെയൊക്കെ ഉപേക്ഷിച്ചുകളെ നമുക്ക് പറ്റണം. ഇതിന് ധൈര്യമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ ദിവസം ഞാനൊക്കെ പറഞ്ഞു, ഈ ധൈര്യം നമ്മളിലേക്ക് വരുമ്പോ എന്ത് സംഭവിക്കുന്നറിയോ? ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വാഗ്ദത്തങ്ങൾക്ക് അനാദേശം ഇപ്പുറത്ത് നിന്ന് ഒത്തി നോക്കിയൊരു കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ വാഗ്ദത്തങ്ങളൊക്കെ അവിടെ നിൽക്കുക, ഇതുവരെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് കാണാവോന്ന് വെച്ചാൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാവോന്ന് വെച്ചാൽ അറിയാം. ആ കാനാൻ ദേശത്തെക്കുറിച്ച് എന്താ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, എന്നെല്ലാം പറഞ്ഞ് ഇതൊക്കെ ഇവർ പോയി കണ്ടു. 10 ഗോത്രപിതാക്കന്മാർ അവിടെ ചെന്നിട്ട് അതിനെ കണ്ടിട്ട് ഒരു മുന്തിരിക്കൊലയൊക്കെ പറിച്ചു. പക്ഷെ ആ 2 പേര് അവർ എന്നിട്ട് വന്നിട്ട് പറഞ്ഞ നെഗറ്റീവാ മൊത്തം. എന്താ പറയാ, അനാക്യ മല്ലന്മാരുണ്ട്, അവരുടെ കോട്ട വലുതാണ്, നമുക്കതൊന്നും തൊടാൻ പറ്റത്തില്ല. അതിനകത്തോട്ട് തന്നെ കടന്നുപോയ ആൾക്കാരെ വന്ന് തിരിച്ചു വന്ന് മറുപടി പറയുന്നു. മനസ്സിലായി. അവർ പോയി ഈ മുന്തിരിക്കൊല അറുത്ത് തിരിച്ചു വന്ന് തൂക്കിക്കൊണ്ട് വന്നപ്പം അവിടെ പോയി അന്നേരം അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വല്ലതും പറ്റും ഇല്ല. എന്നിട്ടും വന്നിട്ട് പറയുന്നത് നെഗറ്റീവാ. പക്ഷെ അവിടെ 2 പേര് ധൈര്യത്തോട് മുമ്പിലേക്ക് വന്നു, ജോഷുവായും കാലേബും. അവര് പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം ജയിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇന്നും നമ്മുടെ ജീവിതത്തിലും വാഗ്ദത്തം ഇതുപോലെയാ. നമ്മളെ ശത്രു ഭയപ്പെടുത്തി നമുക്കത് പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ എത്തി നോക്കിയിട്ട് നിൽക്കുക. എന്താണെന്നറിയാ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല പല തരത്തിലുള്ള ഭീതി അറിയാണ്ട് നമ്മുടെ ഉള്ളത്തിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ജഡ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. ഇതെന്താ ഇത് നമ്മൾ മരിച്ചിട്ടില്ല, മറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇത് പലപ്പോഴും വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ, നന്മകൾ കരത്തിലേക്ക് എത്താൻ സമയമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അയങ്ങിക്കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന, മറിഞ്ഞു കിടക്കുന്ന ചില പാപ സ്വഭാവങ്ങൾ, പാരമ്പര്യത്തിൽ നമുക്ക് കിട്ടിയ ചില സ്വഭാവങ്ങൾ അറിയാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരും. ഒന്നുമില്ല, ആരെങ്കിലും എന്തായാലും പറഞ്ഞാൽ 2 തിരിച്ചു പറയുമെങ്കിലും ചെയ്യും നമ്മൾ. എന്നിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് നന്മകളെ പലപ്പോഴും നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നറിയാ, ബ്ലോക്ക് ചെയ്ത് കളയും, പ്രാപിക്കാൻ കഴിയാതെ കൊണ്ട് നമ്മൾ. അപ്പൊ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മളിലുള്ള ജഡസ്വഭാവത്തിൽ നമ്മൾ മരിച്ചിട്ടില്ല. മരിക്കണമെന്ന് പറയുമ്പോൾ പലയിടത്തും മരണപ്പെടാതെ കിടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ജീവൻ വെളിപ്പെടാതിരിക്കുന്നത്. മരണം സംഭവിച്ചാൽ മാത്രമേ അവിടെ ജീവൻ വെളിപ്പെടുത്തുള്ളൂ. അപ്പം മരണം നമ്മളുടെ ജഡത്തിൽ പലയിടത്തും പല സ്വഭാവം മരിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പലതും നമുക്ക് സ്വന്തമാക്കാൻ പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന്റെ ശക്തിയുള്ളത്. എന്ത് കോട്ടകളാ? നമ്മുടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങ ചില ചിന്തകൾ, ചില സങ്കല്പങ്ങൾ, ചില കോട്ടകൾ നമ്മൾ തന്നെ കെട്ടിപ്പൊക്കും.
അതിനെ ഇടിച്ച് കളയണമെന്ന് പറയും. അതുകൊണ്ട് ഇവിടെയും പറയും നമ്മുടെ ആലയം വിശുദ്ധമായ ഒരു മന്ദിരമായിട്ട് നമ്മൾ പണിയണമെങ്കിൽ എന്താണ് ഈ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരും, ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വരും. വരുമ്പം തന്നെ ഹാലേലി അതിനെ വെച്ച് താലോലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വളരും. അതിനെ നമ്മളിങ്ങനെ ഗർഭം ധരിക്കും ഹാലേലി, എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രസവിക്കും എന്താ പാപമായിട്ട് പ്രസവിക്കപ്പെടും ഹാലേലിയ. അങ്ങനെ പാപം മുഴുത്താൽ നമ്മളിൽ മരണമാ വരുന്നത്, ജീവനല്ല വരുന്നത് ഹാലേലിയ. പലപ്പോഴും ശത്രു ഹാലേലിയ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ശരീരം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു പാപവും ചെയ്യുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ ഇതിനെ താലോലിക്കും തോറും ഹാലേലി ഇത് വളരുന്നുണ്ട് ഹാലേലൂയ. ഇങ്ങനെ നമ്മൾ പലപ്പോഴും അതിപ്പോ ഒരാളോട് ഇപ്പം പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ അങ്ങ് എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോണ്ട, ഒരാളോടുള്ള ഒരു ചെറിയ വിരോധമായിരിക്കും. ഒരു വ്യക്തിയോട് നമുക്ക് എത്രയാണെങ്കിലും എപ്പോൾ പറഞ്ഞാലും അവരെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ നമ്മുടെ വായി വരുത്തുള്ളെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എന്തോ ഒരു വിരോധമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഈ വാക്യം ആലോചിക്കണം. ഹല്ലേലൂയ. ശലോമോനോട് പറയുന്നത് ഈ ആലയം വിശുദ്ധമായ മന്ദിരമായി പണിയാനായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളാകുന്ന ആലയം ഹല്ലേലൂയ അതെപ്പോഴും നമ്മുടെ ദൈവം വിശുദ്ധനാണെന്നേ. ഹാലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കും, പുത്രത്തിന്റെ ആത്മാവിന് നൽകുമ്പോൾ നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളാകുന്ന മന്ദിരം വിശുദ്ധമായി തന്നെ പണിയണം. കാരണം അവിടെ വിശുദ്ധമായി പണിയപ്പെട്ടില്ലെങ്കിൽ വിശുദ്ധനോട് കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഹാലൂയ. കല്ലും കൂടെ ചേർത്ത് പണിഞ്ഞാലേ ഹാലൂയ അവിടെ ഉറപ്പുണ്ടാകുന്ന. കല്ലിന്റെ ഇടയ്ക്ക് കൊണ്ട് വൈക്കോല് വെച്ച് കഴിഞ്ഞാൽ അത് ഉറച്ചു നിൽക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ ദൈവം വിളിച്ച ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അവനെക്കുറിച്ച് അറിയണം. ആരാണെന്ന് അറിഞ്ഞ് തന്നെ സേവിക്കണം പറയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ നമ്മളാകുന്ന ആലയത്തെ അത് വിശുദ്ധമായി പണിയാനായിട്ട് നമുക്ക് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ സഹായം നമുക്ക് വേണം. അതാണ് ദൈവത്തിന്റെ വചനമായിട്ടും പരിശുദ്ധാത്മ ശക്തിയായിട്ടും നമ്മൾ. പക്ഷേ ഇത് രണ്ടും വരുമ്പോൾ നമ്മൾ തന്നെ മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ ശ്രമിക്കണം. മണവാട്ടിയെ കുറിച്ച് പറയുന്നത് അവൾ തന്നെത്താൻ ഒരുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമൊന്നുമില്ലാതെ തന്നെത്താൻ ഒരുക്കണം. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഒരുക്കാനായിട്ട്. ഹല്ലേലൂയ. എല്ലാം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ദൈവസനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തും ചെയ്യപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ അത് പൂർണ്ണമായിട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ ഏൽപ്പിച്ചു കൊടുത്ത് അപ്പൊ ദൈവം നമ്മുടെ പരിശുദ്ധാത്മ ശക്തിയാലും ദൈവത്തിന്റെ വചനത്താലും നമ്മളെ സഹായിക്കും. ഹാലേലൂയ അതിനനുസരിച്ച് നമ്മൾ പണിയപ്പെടണം. ഈ ദിവസങ്ങളിൽ ഹാലേലൂയ എന്താണ് ഇന്നത്തെ ദൈവസഭയുടെ ഏറ്റവും വലിയ മൂല്യച്യുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇന്ന് ദൈവസഭയുടെ പരാജയം എന്ന് ചോദിച്ചാൽ, വിശുദ്ധമല്ലാത്ത ആലയങ്ങളാണ് എല്ലാവരും. ഇത് വിശുദ്ധിക്ക് ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ന് ഡെലിവറൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുറകോട്ട് ഓടുമ്പോൾ ഡെലിവറൻസ് മാത്രം മുൻപിലേക്ക് കണ്ടുകൊണ്ട് പോകുന്നവരാകരുത് നമ്മൾ. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതി, നമ്മളിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന് ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം എന്ന പോലെ ജാതികൾക്കിടയിലുമുള്ള ഒരു ചോദ്യമുണ്ട്. എന്താ പറയാ, ദൈവത്തിന്റെ പ്രവർത്തനം നിന്നുപോയെന്ന്. പണ്ട് ദൈവത്തിന്റെ മക്കളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ഇറങ്ങുമായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് ആ കോപം വെളിപ്പെടുന്നില്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നു പോയിട്ടല്ല. ദൈവം ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഉണർന്നെഴുന്നേൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പൂർണ്ണ മനസ്സോട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെക്കാട്ടി ഉപരി മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാത്തവർക്ക് വേണ്ടി ദൈവം ഉണർന്നെഴുന്നേൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്നില്ലേ, നമുക്കെന്തോ കുഴപ്പം പറ്റുന്ന ദൈവത്തിനല്ല കുഴപ്പം വരും. അത് നമ്മളെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന എന്താണോ അതുപോലെ തീരാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി ദൈവത്തോട് കൂടെയിരിക്കണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.